നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ലഹരിയെ ഒന്നിച്ചു നിന്ന് നേരിടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുതലമുറ വല്ലാതെ അസ്വസ്ഥരാണ്. എല്ലായിടത്തും മത്സരമാണ്. ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന ചിന്താഗതിയിലാണ്. കളിച്ചു വളരേണ്ട പ്രായത്തിൽ അതിന് കുട്ടികളെ അനുവദിക്കുന്നില്ല. സിനിമ വലിയ തോതിലുള്ള ദുസ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കനത്ത പ്രതിഷേധങ്ങൾക്കിടെ പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും SLC പരീക്ഷ എഴുതി. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിലാണ് പ്രതികൾ പരീക്ഷ എഴുതിയത്. സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ആശാവർക്കർമാർ. രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസം ആശാവർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി. സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം മറുപടി നൽകണമെന്നും മാർച്ച് 17-നകം വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തിന് നിർദ്ദേശം. SLC+2 പരീക്ഷകൾക്ക് തുടക്കം. 4,26,000 കുട്ടികളാണ് ഇത്തവണ SLC റെഗുലർ പരീക്ഷ എഴുതുന്നത്. അതേസമയം 4 ലക്ഷം വിദ്യാർത്ഥികളാണ് +2 പരീക്ഷകൾ എഴുതുന്നത്. മാർച്ച് 26-നാണ് പരീക്ഷകൾ അവസാനിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ 1 പാസാക്കിയ സഭ ബിൽ 2-ന്റെ അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രമേശ് ചെന്നിത്തലയുടെ വിളിയിൽ നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായത്. ലഹരിയെ നേരിടാൻ സർക്കാരിന് കർമ്മ പദ്ധതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ലഹരി വ്യാപനമാണ്. ആർക്ക് വേണമെങ്കിലും മയക്കുമരുന്ന് കിട്ടുന്ന അവസ്ഥയാണ്. ഇതിനെതിരെ ഗൗരവതരമായ നടപടി ഉണ്ടാകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. രാഷ്ട്രീയത്തിന് അതീതമായി ലഹരി എന്ന വിപത്തിനെതിരെ നിലപാട് സ്വീകരിക്കണം. ഈ വിഷയത്തിൽ എല്ലാ മത നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ശശി തരൂർ. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് സീനിയർ ക്യാമറാമാൻ സജി തറയിലിന് MSF പ്രവർത്തകരുടെ മർദ്ദനം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ SLC പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ MSF വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് മർദ്ദനമുണ്ടായത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പ്രവർത്തകൻ സജി തറയിലിന്റെ കരണത്തടിക്കുകയായിരുന്നു. ബ്രൂവറിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്ന് മന്ത്രി MP രാജേഷ്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും കുടിവെള്ളം പ്രശ്നമുണ്ടാകില്ലെന്നും ഉറപ്പാക്കിയിട്ടാണ് പ്ലാന്റ് അനുമതി നൽകിയതെന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കി. അതേസമയം തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ K കവിത ഇതിനായി ചർച്ചയ്ക്ക് കേരളത്തിലെത്തിയതെന്ന ആക്ഷേപത്തെ പരിഹാസത്തോടെ മന്ത്രി MP രാജേഷ് സഭയിൽ തള്ളി. പാലക്കാട് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതിനായി ഒയാസിസ് കമ്പനിക്ക് നൽകിയത് പ്രാരംഭാനുമതി മാത്രമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ഒയാസിസ് കമ്പനി ഒരിറ്റ് ഭൂഗർഭജലം എടുക്കില്ല. മലമ്പുഴയിൽ വെള്ളം നൽകാനുള്ള സംവിധാനമുണ്ടെന്നും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ പറ്റുമെന്നും മന്ത്രി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ 2 കേസുകളിൽ കൂടി പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺസുഹൃത്ത് ഫർസാന, സഹോദരൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പ്രതി റിമാൻഡിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഫാനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കും.
മലപ്പുറം നിലമ്പൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മാനവേദൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥിയെ ഉടൻ തന്നെ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടിയുടെ കഴുത്തിലെ എല്ലിന് പൊട്ടലുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പത്തനംതിട്ടയിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി. കലഞ്ഞൂർ പാടത്ത് ബൈജുവാണ് ഭാര്യ വൈഷ്ണയെയും അയൽവാസി വിഷ്ണുവിനെയും വെട്ടിക്കൊന്നത്. ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി ബൈജുവിന് ഭാര്യയെ സംശയമെന്ന് പോലീസ്. ഹരിയാനയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളിന്റെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായ ആളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതി പാർട്ടിക്കാരനോ സഹപ്രവർത്തകനോ ബന്ധുവോ ആകാമെന്ന് ഹിമാനിയുടെ മാതാവ് സവിത. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും മാതാവ്. തൊണ്ണൂറ്റിയേഴാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിനുൾപ്പെടെ 5 പുരസ്കാരങ്ങൾ നേടിയ അനോറയാണ് ഈ വർഷത്തെ അവാർഡ് നിശയിൽ തിളങ്ങിയത്. അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ് മികച്ച നടിയായി തെരഞ്ഞെടുത്തത്. ദ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അഡ്രിയാൻ ബ്രോഡിയെ മികച്ച നടനായും തെരഞ്ഞെടുത്തു. അതേസമയം ഓസ്കറിൽ ഇന്ത്യൻ ചിത്രം അനുജയ്ക്ക് പുരസ്കാരമില്ല. മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഐ എം നോട്ട് റോബോട്ട് അവാർഡ് സ്വന്തമാക്കി. റഷ്യയുമായുള്ള സമാധാന കരാറിന് യുക്രൈൻ ഉറപ്പുകൾ വേണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പ്രശ്നപരിഹാരത്തിന് ബ്രിട്ടൻ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത ഉച്ചകോടിക്കിടെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളോടാണ് സെലൻസ്കി ആവശ്യം ഉന്നയിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരുമായി സെലൻസ്കി ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറാകണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഇക്കാര്യം സെലൻസ്കിയോട് ആവശ്യപ്പെട്ടതായും റൂട്ടെ BBC-യോട് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ സെലൻസ്കിയുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച വാക്കേറ്റത്തിൽ അവസാനിച്ചിരുന്നു. പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിന് പിന്നാലെയാണ് നാറ്റോ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം. മദാനിൽ സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ ട്രക്ക് പ്രവേശന സമയങ്ങളിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. റമദാൻ മാസത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സൗദി അറേബ്യയിലെ വിവിധ നഗരങ്ങളിലും ഗവർണറേറ്റുകളിലും ട്രക്ക് പ്രവേശന സമയങ്ങളിൽ മാറ്റം വരുത്തിയതായി GDC അറിയിച്ചു. റിയാദിൽ ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ പുലർച്ചെ 1 മണി വരെയാണ് ട്രക്കുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66 6-വരി പാതയിൽ പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ മാത്രം 4 വരി. അരൂരിലെ 6-വരി പാതയിൽ നിന്ന് പാലത്തിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി വരെ 15 കിലോമീറ്റർ ദൂരം 4-വരി പാതയിലൂടെയാകും സഞ്ചരിക്കുക. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർധവിനും കാരണം. തേങ്ങ കിലോ 75 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോ 300 രൂപയുമാണ് വില. കൊപ്രയ്ക്ക് കിലോ 160 രൂപയും. വയനാട് ചെതലയം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തുള്ള കൂറ്റൻ ജലസംഭരണി കാലപ്പഴക്കം മൂലം അപകട ഭീഷണിയിൽ. ജലസംഭരണിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇവിടെ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും വലിയ ഭീഷണിയാവുകയാണ്. സംഭരണി പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. മറയൂർ സ്വദേശി സുരേഷിനാണ് പരിക്കേറ്റത്. വീടിന് സമീപം ആടിന് തീറ്റ ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം കരുളായി ഉൾവനത്തിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ 7 മണിയോടെ വനം വാച്ചർമാരാണ് പുലിയുടെ ജഡം കണ്ടത്. നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുളായി റേഞ്ചിലെ പടുക്ക സ്റ്റേഷൻ പരിധിയിലെ ഉൾവനത്തിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. പുലിയുടെ ജഡം കണ്ടതിനെ തുടർന്ന് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വൈകുന്നേരത്തോടെയാണ് വനപാലകർ സ്ഥലത്തെത്തിയത്. പുലിയുടെ മരണം സ്വാഭാവിക മരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 13 ലിറ്ററിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. വെള്ളത്തൂവൽ സ്വദേശി റെജിമോനാണ് അറസ്റ്റിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു.
ശക്തമായ വേനൽ മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും നാശനഷ്ടമുണ്ടായി. വലത്തുപാറയിൽ യൂസ്ഡ് കാർ ഷോറൂമിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. പുളിക്കൽ സിയംകണ്ടം മേഖലയിലും കനത്ത നാശനഷ്ടം. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകൾ. എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ജോർജ് പി എബ്രഹാമിനെയാണ് ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിക്ക് സമീപം തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൗസിലാണ് സംഭവം. കാസർഗോഡ് ചികിത്സയ്ക്കിടെ ഡോക്ടർ പീഡിപ്പിച്ചതായി പരാതി. ഇരിയയിലെ മെഡിക്കൽ ക്ലിനിക്കിലെ ഡോക്ടർ ജോണിനെതിരെയാണ് യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. മൂത്രാശയ അണുബാധയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കിടെ ഡോക്ടർ ജോൺ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നെന്നുമാണ് പരാതി. ജില്ലാ പോലീസ് മേധാവിക്ക് യുവതി പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലത്തറ പോലീസ് കേസെടുത്തത്. ആലപ്പുഴയിൽ യുവതിയും യുവാവും ട്രെയിൻ തട്ടി മരിച്ചു. പൂച്ചാക്കൽ തൃച്ചാറ്റുകുളം സ്വദേശി ശ്രുതി, അരൂക്കുറ്റി സ്വദേശി ശ്രീകുമാർ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. 3 മണിക്ക് കടന്നുപോയ മാവേലി എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ബോഡി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് വണ്ടാഴിയിൽ 52കാരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടാഴി ഏറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. സ്വയം വെടിയുതിർത്തതാണെന്നാണ് നിഗമനം. ഇയാളുടെ ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മുണ്ടൂർ വേളക്കോട് ഓയിൽ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ച് വീണ വയോധികന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 85 വയസ്സുള്ള പൗലോസാണ് മരിച്ചത്. ശുചിമുറിയിൽ തലയിടിച്ച് വീണ് തല പൊട്ടിയ നിലയിൽ പൗലോസിനെ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികളാണ് കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. കോഴിക്കോട് മുക്കത്ത് പച്ചക്കറിയുമായി വന്ന ലോറി മറിഞ്ഞ് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക്. തിരുവനന്തപുരം സ്വദേശികളായ മധു, ക്ലീനർ വിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഒല്ലൂരിൽ 4 ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൈനൂർ സ്വദേശി ശ്രീനിവാസൻ, ഷാജൻ, അസറുദ്ദീൻ, റിയാസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മലപ്പുറം ചങ്ങരംകുളത്ത് 300 ഗ്രാം കഞ്ചാവുമായി സഹോദരങ്ങൾ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ ഷഹീർ, ഷാനിഫ് എന്നിവരാണ് പിടിയിലായത്. വരും ദിവസങ്ങളിൽ ചങ്ങരംകുളം മേഖലയിൽ വ്യാപക പരിശോധന ഉണ്ടാകുമെന്ന് ചങ്ങരംകുളം CI ഷൈൻ പറഞ്ഞു. തെലങ്കാനയിൽ വെറും 4 മിനിറ്റ് കൊണ്ട് ATM കവർന്ന 5 അംഗ സംഘം 30 ലക്ഷം രൂപയാണ് കവർന്നത്. പണം വീണ്ടെടുക്കാനും മോഷ്ടാക്കളെ പിടിക്കുന്നതിനുമായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഹരിയാനയിൽ നിന്നുള്ള സംഘമാണോ മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി അസിസ്റ്റന്റ് കമ്മീഷണർ. തൃശൂർ അന്തിക്കാട് തുറിച്ചു നോക്കിയതിലുള്ള വിരോധത്താൽ യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. പ്രത്യൂഷ്, കിരൺ എന്നിവരാണ് അറസ്റ്റിലായത്. സ്കൂട്ടറിൽ വരികയായിരുന്ന മനക്കൊടി സ്വദേശി അക്ഷയിനെ കൈകൊണ്ട് മുഖത്തിടിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും നെഞ്ചിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വെള്ളറടയിൽ വാനര ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൂട്ടമായി എത്തുന്ന വാനര സംഘം മലയോര മേഖലയിലും കാർഷിക മേഖലയെയും ജനജീവിതത്തെയും ദുസ്സഹമാക്കുകയാണ്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. വയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ. മുക്കുമ്പുഴ സ്വദേശി വസന്തനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. വാക്ക് തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. തൃശൂർ ഒല്ലൂരിൽ പോലീസ് ഇൻസ്പെക്ടറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനന്തുവിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർച്ച ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് അനന്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ കൊടുങ്ങല്ലൂരിൽ തീരദേശത്തെ 1000 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ ഒരുക്കി അഴീക്കോട് തിബിയാൻ പ്രൈമറി സ്കൂൾ. തിബിയാൻ ക്യാമ്പസിൽ ET ടൈസൺ മാസ്റ്റർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി വീണ്ടും പരിഗണിക്കും. വധശിക്ഷ റദ്ദാക്കിയ ശേഷം മോചനവുമായി ബന്ധപ്പെട്ട് 9ാം തവണയാണ് കേസ് കോടതി പരിഗണിക്കുന്നത്. ഓഹരി വിപണി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ സെബി മുൻ ചെയർമാൻ മാധവി പുരി ബുച്ചിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സ്പെഷ്യൽ ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 5 മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് 51 പേരുടെ സോപാന സംഗീതാർച്ചന നടന്നു. വട്ടംകുളം പരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഗീതാർച്ചന. വികസനത്തിന്റെ പേരിൽ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന ഈ കാലത്ത് ഇതാ തൃശ്ശൂരിൽ നിന്ന് ഒരു കാഴ്ച. 16 വർഷമായി ഉപയോഗശൂന്യമായി കിടന്ന ഒരു കുളം ശുചീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കൊടുങ്ങല്ലൂരിലെ മേത്തല ശ്രീനഗറിലാണ് മൂസത്ത് കുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. കുളം സംരക്ഷിക്കണമെന്ന ആശയവുമായി എത്തിയ KR റെസിഡൻസ് അസോസിയേഷനൊപ്പം അഷ്ടപതി തിയേറ്റേഴ്സും ചേർന്നപ്പോൾ കുളത്തിന് പുതുജീവൻ ലഭിച്ചു. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ ഒരുങ്ങി തൃത്താല. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താലയുമായി സംയോജിച്ചാണ് കൂൺ ഗ്രാമം നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും വയനാട് നൂൽപ്പുഴയിലെ ഒരു കൂട്ടം കർഷകർ പുഞ്ചകൃഷി കൈവിടാൻ ഒരുക്കമല്ല. കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെത്തിച്ചും തോടുകളിൽ താൽക്കാലിക തടയണകൾ തീർത്തുമാണ് 110 ഏക്കറിൽ ഈ കർഷക കൂട്ടം കൃഷി ചെയ്യും. ജീവന് തുല്യം സ്നേഹിച്ചവരെ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച് കിച്ചു എന്ന റോഡ് വീലർ നായ. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നാണ് സ്വന്തം ജീവൻ വില നൽകി കിച്ചു വീട്ടുകാർക്ക് തുണയായത്. തൃശൂർ കുന്നംകുളത്തെ കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററായ പുറവൂർ ശശികുമാറിന്റെ വീട്ടിലാണ് സംഭവം. ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാഹജലം ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിക്ക് തുടക്കം കുറിച്ച് കേരള പോലീസ് അസോസിയേഷനും തിരുവനന്തപുരം റൂറൽ പോലീസും. ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്ന ഈ പദ്ധതി റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ M മുകുന്ദന്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ബാഷോ ബുക്സ് പ്രസിദ്ധീകരിച്ച വാക്കും ശബ്ദവും എന്ന പുസ്തകമാണ് ലിവ ലിറ്ററേച്ചർ പ്രകാശനം ചെയ്തത്. കൊല്ലം സിറ്റി ജില്ലാ പോലീസ് സ്പോർട്സ് മീറ്റിൽ വ്യക്തിഗത ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കുണ്ടറ സ്വദേശി അനൂപ് ജോൺ. കേരള പോലീസ് കുറ്റാന്വേഷണ വിഭാഗത്തിൽ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടാണ് അനൂപ് ജോൺ. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണ